ഹായ്, നിനക്ക് എത്രാമത്തെ ക്ലാസ്സാ? 5ാമത്തെ ക്ലാസ്. ഇന്ന് നമ്മള് ചെറിയൊരു കയറ്റത്തിലുള്ള അവിടെ നമുക്ക് എടുത്തു പോകണം. അപ്പൊ ക്ലച്ച് ഒന്ന് ഫുള്ളി ഓട്ടിക്കേ. ഓക്കെ, ഇപ്പൊ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് എന്താ സംഭവിക്കുക നിനക്ക് അറിയില്ലേ? എന്താ സംഭവിക്കുക? ബാക്കോട്ട് പോകും. ആ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാതെ ആക്സിലേറ്ററിലോട്ട് നമുക്ക് വെക്കാനെന്തില്ല, ആ വലത്തേക്കാലേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ആക്സിലേറ്ററിലോട്ട് വെക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എങ്ങോട്ട് പോകും? ബാക്കോട്ട് പോകും. അപ്പൊ ഇതൊക്കെ പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് നമുക്ക് ഇവന് 5ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പിറകോട്ട് പോകും. ആക്സിലേറ്റർ കൊടുക്കണമെങ്കിൽ നമുക്ക് വലത്തേക്കാലേ ഉള്ളൂ. അപ്പൊ ആകെ 2 കാലും ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോ ക്ലച്ചിന് നമ്മൾ മെല്ലെ എടുത്തു. പലരും ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ട് എടുക്കുന്നില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കത് അറിഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മെല്ലെ ഇപ്പൊ ക്ലച്ച് പൊക്കുവാണ്. ക്ലച്ച് പൊക്കിയിട്ട് നമുക്കൊരു വൈബ്രേഷൻ കിട്ടും. നീ ഫസ്റ്റ് ടൈം ആണോ ഇത് എടുത്ത് നോക്കണേ? ഓക്കെ, ക്ലച്ച് മെല്ലെ പൊക്കി ഒരു വൈബ്രേഷൻ കിട്ടും. അങ്ങോട്ട് നോക്കൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ കിട്ടി. ഇനി നീ ക്ലച്ച് പൊക്കിയാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി എന്താവും? ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി അത് പൊക്കാനും പാടില്ല, ചവിട്ടാനും പാടില്ല. ആ ലെവലിൽ അവിടെ നിർത്തിയേക്കും. ഇനി നീ പൊക്കരുത്. അങ്ങനെ ആ വൈബ്രേഷൻ കിട്ടിയപ്പോ നമ്മൾ ആക്സിലേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്കിൽ നമ്മൾ മെല്ലെ എന്ത് ചെയ്തു? കാല് മെല്ലെ നിർത്തി വെക്കും. മെല്ലെ സോഫ്റ്റ് ആയിട്ട് നിർത്തി വെക്കും. ഒറ്റയെടുക്ക് നോക്കണ്ട, മെല്ലെ ഒന്ന് എടുത്തു നോക്ക്. ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒന്ന് എടുത്തു നോക്ക്. ഓക്കെ, വണ്ടി എങ്ങോട്ട് പോകുന്നുണ്ട്? ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ആ ക്ലച്ച് എന്താവാണ്ട് പൊങ്ങാണ്ട് മെല്ലെ ഒറ്റപ്പൊക്ക് പൊക്കരുത്. ഓക്കെ, വീണ്ടും അവിടെ അതേപോലെ വെച്ച് താഴോട്ടും പോകാൻ പാടില്ല, മേലോട്ടും പോകാൻ പാടില്ല. ബ്രേക്കിൽ നിന്ന് വീണ്ടും ഒന്ന് കാലെടുത്ത് നോക്കി. മെല്ലെ എടുത്തു നോക്ക്. എടുത്തോ? ഓക്കെ, ഇനി ബ്രേക്ക് വേണ്ട. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റി. ക്ലച്ച് പൊക്കരുത്. ഇനി നീ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ ചവിട്ടിക്കുക. മെല്ലെ ചവിട്ടിക്കുക. ചവിട്ടി സൗണ്ട് വരട്ടെ. സൗണ്ട് അതിന് മെല്ലെ. ഓക്കെ, മനസ്സിലായോ? അതിങ്ങനെ അറിഞ്ഞു കിട്ടിയോ? അങ്ങനെ അറിഞ്ഞു കിട്ടും. അപ്പൊ ഇങ്ങനെയാ എടുക്കണ്ടേ. അത് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും ആർക്കും കിട്ടിയില്ലെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യാ? ശ്രമിച്ച് നോക്കുക. നമുക്കിത് കിട്ടും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓൾറെഡി കയറ്റം കയറി പോവാണ്. ഇനി നമുക്ക് അടുത്ത ഗിയറിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിരന്ന വഴിയല്ല ഇത് ചെറിയൊരു കയറ്റമാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ ഈ സ്പീഡ് മതിയോ? എത്ര സ്പീഡ് ആവണം അപ്പം? എത്ര സ്പീഡ് വേണം അപ്പം? നിരപ്പല്ല, കയറ്റമാണ്. 15 മതിയാവോ കയറ്റം ആയതുകൊണ്ട്? എന്നാ ഓക്കെ, മുന്നോട്ട് നോക്കി. സ്പീഡാക്ക്. ഓക്കെ, ഇട്. അടുത്ത ഗിയറിലിട്. ഇട്ടോ? ഓക്കെ, ഇതിപ്പോ നിരപ്പിന്ന് 15 മതിയെങ്കിലും കയറ്റം എത്തുമ്പോ ചിലപ്പോ 15 പോരാതെ വരും. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നമ്മളെ ലൈസൻസ് ഇല്ല, ഫസ്റ്റ് ടൈം തൊട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ ലേണിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഒന്നും അറിയാത്തവർക്ക് നമ്മുടെ വണ്ടിയിൽ ക്ലാസ് എടുത്തു കൊടുത്ത് ലൈസൻസും എടുത്തു കൊടുത്ത് അവരുടെ വീട്ടിലത്തെ വണ്ടി ഏതാണെങ്കിൽ ആ വണ്ടി ഒറ്റയ്ക്ക് പോകാനുള്ള ലെവലിലേക്ക് വരെ ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ലൈസൻസും ഉണ്ട്, വണ്ടിയുണ്ട്. എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മുടെ നമ്പർ ഡിസ്കഷനിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പൊ നമ്മൾ ഏത് ഗിയറിലാ പോണേ? സെക്കൻഡ്. ആ മുന്നിൽ ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ സെക്കൻഡിൽ നമുക്ക് തേർഡിലോട്ട് ഇടണമെങ്കിൽ ഈ സ്പീഡ് മതിയോ? പോരാ, സ്പീഡാക്കി. ആയില്ലേ? മതി. ഇനി എന്ത് ചെയ്തു? ഓക്കെ, അപ്പൊ നിനക്ക് എന്താ ഇവിടെ വന്നതിന് നിന്റെ അഭിപ്രായം ഒന്ന് പറയാവോ? വന്ന നന്നായി. ഓക്കെ, ഇപ്പൊ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വന്നാലോ? നിന്റെ കാലം എവിടെയാ വേണ്ട ശരിക്കും വന്നാല്? ഓക്കെ, അപ്പൊ ആ ടോറസ് വണ്ടി 2 കണ്ടപ്പോ നമുക്ക് ചെറിയൊരു ഇറക്കം കിട്ടി. അപ്പൊ നമ്മളത് കണ്ടറിഞ്ഞ് നമ്മുടെ കാലം എങ്ങോട്ട് ജസ്റ്റ് വെച്ചേക്കണം? ബ്രേക്കിൽ. കാരണം അവിടെ ആക്സിഡന്റ് ആവശ്യമില്ല, വണ്ടി സ്വന്തം എന്താണ്ട് ഉരുണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആക്സിഡന്റ് എടുക്കണ അത് നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ, അപ്പൊ നീ പറ, ഇവിടെ വന്നത് നന്നായി. നിനക്ക് അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വിടുവോ? അല്ലെങ്കിൽ വിടത്തില്ലേ? വിടും. അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് ഗിയറിലാ പോണേ? തേർഡ് ഗിയറിലാ പോണേ. അപ്പൊ ഇപ്പൊ നമ്മള് തേർഡിൽ ഓൾറെഡി എത്ര സ്പീഡ് ഉണ്ടെന്നൊന്ന് സ്പീഡോമീറ്ററിലോട്ട് നോക്കിയേ. 35. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തേർഡ് ഗിയറിൽ എത്ര മതി? 30 വരെ മതി കേട്ടോ. ഇച്ചിരി കൂടെ ബ്രേക്ക് കൊടുത്തിട്ട് വേണം തിരിക്കാൻ. ഓക്കെ, കൈ നോക്കിയേ. ഓക്കെ, വീട്ടിലോട്ട് നോക്ക്. ശരി. ഓക്കെ, ആ കൈ ഇനി നിനക്ക് പിടുത്ത് ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യാണ്ട് വിട്ട് പിടിക്കാണ്ട് അത് റെഡിയായി വന്നോളൂ. ഇപ്പൊ നിനക്ക് അവിടെ റിസ്ക് തോന്നി, അങ്ങനെ നിനക്ക് അവിടെ വളയ്ക്കാൻ പറ്റില്ലെങ്കിൽ നീ ഏത് ഗിയറിലോട്ട് വരണം? പക്ഷെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.